നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ഒരു മാസത്തിൻ്റെ അവസാനമാണ്. ജൂൺ മാസത്തിൻ്റെ അവസാന ദിനമാണ്. 30-ാം തീയതി ജൂൺ 2026, 30/6/2026. അതായത് 1201 മിഥുനമാസം 16-ാം തീയതി മംഗളവാരം, ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:10, അസ്തമയം വൈകിട്ട് 6:46 ഇന്ന് ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 3 മുതൽ 4:30 വരെയുള്ള സമയം. നാം ആ 1.5 മണിക്കൂർ ദൈർഘ്യസമയം ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല. ഇന്നത്തെ തിഥി തലേനാൾ പൗർണമിയായിരുന്നു. പൗർണമി കഴിഞ്ഞുള്ള പ്രഥമ തീയതി 1ാമത്തെ തിഥിയാണ്. ഇവിടെ 5-ാം തീയതി വരെ, വെളുത്ത പക്ഷത്തിൽ 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. വെളുത്ത വാവ് കഴിഞ്ഞാൽ, അപ്രകാരം കറുത്ത വാവ് കഴിഞ്ഞാൽ വെളുത്ത പക്ഷം 5 വരെ ചന്ദ്രൻ ദുർബലനുമാണ്. അതിനാൽ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പ്രഥമ തിഥി അത്ര കണ്ട് ഗുണമല്ല. കാരണം ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രതിപദം പ്രഥമ തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാത്ത പുരാട നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഒരു ദോഷം എന്താണ്? അത് യാത്രയ്ക്കോ അപ്രകാരം ഒരു സംരംഭത്തിന് അനുകൂലമല്ല. അതിനാൽ ദിനം ശുഭമല്ല, തിഥി ശുഭമല്ല. അതിനാൽ ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശുഭകാര്യത്തിനും ഒരു മുഹൂർത്തവും ഞാൻ നൽകുന്നത് അനുചിതമാണെന്ന് എനിക്കറിയാം. അതിന് ഔചിത്യമില്ല. അതിനാൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, പുരാട നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ദേവിയാണ്. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ശുക്രൻ. ചൊവ്വാഴ്ചയാണ്. ശുക്രനെ കൊണ്ട് അന്നപൂർണേശ്വരിയെ ചിന്തിക്കും, യക്ഷിയെയും ചിന്തിക്കും, ഭദ്രകാളിയെ ചിന്തിക്കേണ്ട വകുപ്പുണ്ട്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കിലേക്ക് എണ്ണമാല, തിരി കൊടുക്കുക. അന്നദാനത്തിന് കാശ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഗുണമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ അന്നദാനത്തിന് നിങ്ങളുടെ വക കോൺട്രിബ്യൂഷൻ ഉണ്ടാകട്ടെ. വളരെയധികം മാറ്റങ്ങൾ ഭരണിപുരം പുരാടം നക്ഷത്രക്കാർക്കുണ്ടാകും. ഏതായാലും ഒരു സ്വസ്ഥമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലളിതാ സഹസ്രമാകാം, ദേവീ കവചമാകാം, ദേവീ മാഹാത്മ്യമാകാം, അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകമാകാം. ഇതൊക്കെ ജപിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നന്ദി, നമസ്തേ.